എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ചരിത്രവുമായി അല്പം ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും ഇപ്പോഴും ബുദ്ധിമുട്ടലുകളും അസ്വാരസ്യങ്ങളും അസഹിഷ്ണുതയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എമ്പുരാനിലെ വില്ലൻ ചരിത്രത്തിൽ ആരാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം അത് ചരിത്രമാണ്, അത് മൂടി വെക്കാനുള്ളതല്ല. ആരാണ് ബാബ ബജ്രംഗി എന്ന എമ്പുരാനിലെ വില്ലൻ? ബജ്രംഗ് ദൾ നേതാവും ഗുജറാത്ത് കലാപകാലത്ത് അതിന്റെ സൂത്രധാരിൽ ഒരാളുമായിരുന്നു ബാബു ബജ്രംഗി. ബാബു ബജ്രംഗി എന്നറിയപ്പെടുന്ന ബാബുഭായ് പട്ടേൽ അന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവഘടകമായിരുന്ന ബജ്രംഗ് ദളിന്റെ ഗുജറാത്തിലെ പ്രധാന നേതാവായിരുന്നു. 2002 ഗുജറാത്ത് കലാപകാലത്ത് അഹമ്മദാബാദിലെ നരോധ പാട്ടിയയിൽ ബജ്രംഗ് ദളിനെ നയിച്ച നേതാവുമായിരുന്നു ഈ പറയുന്ന ബാബു ബജ്രംഗി. 1000-ഓളം മുസ്ലിങ്ങളെ കൊന്നു തള്ളിയ കുറഞ്ഞത് 250-ഓളം മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും പബ്ലിക്കായി ഗാങ് റേപ്പ് ചെയ്ത് ചുട്ടുകൊന്ന, ആളുകളെ തീവെച്ച് കൊന്ന ശേഷം മൃതശരീരം അടുത്തുള്ള കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ, LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് നൂറാനി പള്ളി തകർത്ത, കത്തിക്കുത്ത്, കവർച്ച, മാനഭംഗം, പബ്ലിക് റേപ്പ് ഇവയെല്ലാം നിറഞ്ഞു നിന്ന, ആക്രമിക്കപ്പെട്ടവരെല്ലാം മുസ്ലിങ്ങളായിരുന്ന ആ ഗുജറാത്ത് കലാപത്തിന്റെ സൂത്രധാരിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ പ്രധാനിയായിരുന്നു ബാബു ബജ്രംഗി. ഗുജറാത്ത് കലാപകാലത്ത് അക്രമി സംഘത്തിന് ആയുധങ്ങൾ അടക്കം എത്തിച്ചു നൽകിയ ബാബു ബജ്രംഗിക്ക് ഗുജറാത്ത് കലാപത്തിൽ അയാളുടെ പങ്കിന്റെ പേര് 2012 ഓഗസ്റ്റ് 29 പ്രത്യേക കോടതി ശിക്ഷ വിധിക്കുകയും എന്നാൽ ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്ത് പലതവണ അയാൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 2016 കണക്ക് പ്രകാരം 16 തവണ ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പിന്നീട് 2019 കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സുപ്രീം കോടതി ബാബു ബജ്രംഗിക്ക് ജാമ്യം അനുവദിക്കുന്നത്. ജാമ്യം അനുവദിച്ചതിന് ശേഷവും നവചേതൻ എന്ന പേരിൽ അയാൾ ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് ഒരു ട്രസ്റ്റ് ആരംഭിക്കുകയുണ്ടായി. അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്ന പേരിൽ ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ട്രസ്റ്റിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ഹിന്ദുമതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ട്രസ്റ്റിന്റെ പ്രവർത്തനമെന്നും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കിഡ്നാപ്പർ എന്നുമാണ് ബാബു ബജ്രംഗിയെ ദ ഫ്രണ്ട് ലൈൻ എന്ന മാഗസിൻ 2006 വിശേഷിപ്പിച്ചത്. 2007 ഇന്ത്യൻ മാധ്യമമായ തെഹൽക്കയിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി ബാബു ബജ്രംഗിയുടെ ഒരു ഒളി ക്യാമറ വീഡിയോ പുറത്തുവിട്ടപ്പോൾ നരോധ പാട്ടി കൂട്ടക്കൊലയിലെ തന്റെ പങ്ക് അയാൾ അഭിമാനത്തോടെ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു മുസ്ലിം കട പോലും വെറുതെ വിട്ടില്ല എന്നും ഞാൻ ഇന്നും അതിൽ അഭിമാനിക്കുന്നുവെന്നും ആസ്വദിക്കുന്നുവെന്നും ഇനിയും അവസരം കിട്ടിയാൽ കൊന്നുകളയുമെന്നുമാണ് ആ വീഡിയോയിൽ അയാൾ വ്യക്തമാക്കുന്നത്. ചില ചരിത്രങ്ങൾ മൂടിവെക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഗുജറാത്ത് കലാപകാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയോട് കലാപത്തെക്കുറിച്ചുള്ള ചോദ്യം കിരൺ ഠാപ്പറുമായിട്ടുള്ള അഭിമുഖത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം അഭിമുഖം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടു കാണും. എന്തുകൊണ്ടായിരിക്കും? ഉത്തരമില്ലാതിരുന്നിട്ടോ അതോ ചോദ്യത്തെ ഭയപ്പെട്ടിട്ടോ? എന്തുകൊണ്ടായിരിക്കും?